ഞങ്ങളെ എന്തിനാ കെട്ടിയിട്ടിരിക്കണേ? ഇതൊന്നും അഴിക്കേ. ഞങ്ങൾക്ക് പ്രാഥമിക കർമ്മങ്ങളൊക്കെ ചെയ്യണ്ടേ? പ്ലീസ്. ഒക്കെ ആകാം, പക്ഷേ എല്ലാം ഞങ്ങളുടെ മേൽനോട്ടത്തിൽ മാത്രം. എന്തായേ മനുഷ്യനോട് ശ്വാസം മുട്ടിയിരിക്കുക? ദേവസ്വന് പോണ്ടെങ്കിൽ പോണ്ട, ഞങ്ങൾക്ക് പോണം. എനിക്ക് പോണം. എനിക്കും പോണം. ഇന്ന് ടോയ്ലറ്റിൽ ഒരു ഇടിയാവൂ. ഇപ്പൊ സമയം 6:35. 1 മണിക്കൂർ കൃത്യം 7:35 എല്ലാരും റെഡിയായി ഇവിടെ തിരിച്ചു വന്നോളണം. മനസ്സിലായോ? അറിയാം. പെട്ടെന്ന് പെട്ടെന്ന് അഴിച്ചു കൊടുക്കാം. ഒരാളാണ് ഈ പോവരുത്. എനിക്ക് ആദ്യം മമ്മി ബാത്റൂമിൽ പോയി. ഞങ്ങളുടെ പ്രഭാത കൃത്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി ഞങ്ങൾ എന്താ ചെയ്യണ്ടേ? ഒരാള് കൂടി ഉണ്ടല്ലോ. ആര്? അത് ശരിയാണല്ലോ. അവളെവിടെ? റാണി. അവളുടെ കാര്യം ഓക്കായിടി. ഇങ്ങനെ ചമഞ്ഞൊരുങ്ങി നടക്കരുതെന്ന് പല പ്രാവശ്യം അവളോട് ഞാൻ പറഞ്ഞിട്ടുള്ളതാ. ഇതെല്ലാ ലേഡീസ് സർവന്റിനും ഒരു പാഠമായിരിക്കട്ടെ. ഏറിയാൽ ഒരു 15 മിനിറ്റ്. അതിനുള്ളിൽ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിരിക്കണം. ഇത്ര ഉള്ള ഇതിനായിരുന്നു ഇത്ര വലിയ ആഡംബരം. ബ്രേക്ക്ഫാസ്റ്റ് ആണെന്ന് കരുതി ഇത്രയും ഫാസ്റ്റ് ആക്കണ്ട. എല്ലാവർക്കും വേണം. എന്താ നിനക്ക് വേണ്ടേ? വേണ്ട. കഴിക്കും മോളെ, വിശന്നിരുന്ന എങ്ങനെയാ? മോള് കഴിക്ക്. ഇതിപ്പോ തീരുവേ, വേഗം എടുത്ത് കഴിച്ചോ. ക്യാപ്പി കയറാടാ. നീ ഞാൻ കഴിച്ചാ മതി. അവന്റെ ഒരു സ്നേഹം. What is it? റബ്ബർ ഷീറ്റോ? ഇതെങ്ങനെ കഴിക്കും? I need pizza. പക്ഷേ No, I want pizza. Chicken pizza. പിന്നെ വെളുപ്പാങ്കാലത്തല്ലേ പീച്ച. വേണേ തിന്നിട്ട് പോടി. അതെ, ഞാൻ നിങ്ങളുടെ കൂടെ ഇറങ്ങി വന്നൊന്നും അല്ലല്ലോ, ആണോ? അതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് വാങ്ങിത്തരാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. ഞങ്ങൾ നിന്റെ സംബന്ധക്കാരൊന്നുമല്ല, നിനക്ക് ഇഷ്ടപ്പെട്ട വാങ്ങിത്തരാൻ. നിങ്ങൾ ഫോണിങ്ങിതാ. വേണ്ട എന്താന്ന് വെച്ചാ ഞാൻ വരുത്തി കഴിച്ചോളാം. അത് വേണ്ട. എന്താ ചെയ്യ? ഇങ്ങനെയുണ്ടോ ജന്മങ്ങൾ? മരിക്കാൻ പോകുമ്പോഴാ സീരിയല് കാണുന്നത്. അവളിങ്ങനെയൊക്കെ സംസാരിക്കാൻ ഇവിടെ ഒന്നും സംഭവിച്ചില്ലല്ലോ അച്ഛാ. കഴിവതും അവളെ കൊണ്ട് ഒരു ജോലിയും ചെയ്യിപ്പിക്കാനില്ല. എനിക്ക് ചെയ്യാനുള്ള ജോലിയൊക്കെ ഇവിടെയുള്ളൂ. ഞാൻ ഒരിക്കലും അവളെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല. എന്നിട്ടും ഞാൻ അവളെ ജോലിക്കാരിയാക്കുക എന്നൊക്കെ പറഞ്ഞു. പദ്ധതിക്ക് ഈ മാസം മുതൽ തുടക്കം കുറിക്കുമെന്ന് മുഖ്യമന്ത്രി. പ്രധാന വാർത്തകൾ. പ്രമുഖ വ്യവസായിയും JS ഗ്രൂപ്പിന്റെ മാനേജിംഗ് ഡയറക്ടറുമായ ജയശങ്കറിന്റെ മകളെ അജ്ഞാതരായ ചിലർ തട്ടിക്കൊണ്ടുപോയി. JS ഗ്രൂപ്പിന്റെ മാനേജിംഗ് പാർട്ണർമാരിൽ ഒരാൾ കൂടിയായ ശ്രേയ ശങ്കറിനെ അവരുടെ ഉടമസ്ഥതയിലുള്ള JS മൾട്ടിപ്ലക്സിൽ നിന്നുമാണ് സംഘം തട്ടിക്കൊണ്ടുപോയത്. പോലീസ് അന്വേഷണം ഊർജിതമാക്കി.
ഇവിടെ വെച്ചാണ് സംഭവം നടന്നത്. പകൽ മോള് കരയണ്ട, സമയദോഷം എന്ന് കരുതി പോലീസ് സമാധാനിക്കുക. അക്ഷരാർത്ഥത്തിൽ ഛെ, തെറ്റിച്ചിരിക്കുകയാണ്. ഈ മമ്മിയുടെ ഒരു കാര്യം. സംഘം ഉപയോഗിച്ചു ഇതിന്റെ എന്ന് പഴയ കരുതുന്ന സ്റ്റില്ല. ഇവിടെ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. ക്യാമറമാൻ വീണ്ടും എന്തായാലും ഈ ഒരു ഒറ്റ കിഡ്നാപ്പിലൂടെ ഞാൻ സ്റ്റാർ ആയത് തന്നെ. തട്ടിക്കൊണ്ടുപോയവർക്ക് തീവ്രവാദി സംഘവുമായി ബന്ധമുണ്ടെന്ന് പോലീസ് സംശയിക്കുന്നു. എന്റെ ഗീവർഗീസ് പുണ്യാണ് തീവ്രവാദികളാ. ഏ? എന്റെ കർത്താവേ, ഇതുവരെ കടക്കാരെ കൊണ്ടായിരുന്നു ശല്യം. ഇപ്പൊ ദേ, ഓ, നിന്നെ കണ്ടപ്പോഴേ ഞാൻ ഊഹിച്ചതാ നീ ഒരു തീവ്രവാദി ആയിരിക്കും. ഇങ്ങനെ വിളിച്ചു പോയിട്ട് എന്താ ഫലം? നീ മിണ്ടരുത്, നിന്നെ കൊന്നുകളയും ഞാൻ. എന്റെ പൊന്നു തീവ്രവാദി സഹോദര, ഈ പെങ്കൊച്ചിനെ കൊണ്ട് എവിടേക്കെങ്കിലും ഒന്ന് പോ. പോലീസും ചാനലുകാരും വന്ന ചത്തുപോയ ബില്ലാദം വരെ എന്റെ കസിൻ ബ്രദർ ആണെന്ന് പറയും. ഞാൻ എന്റെ തീവ്രവാദി ചേട്ടന്റെ കാല് പിടിച്ചാൽ പോലീസ്. സന്തോഷായി, ഒരു നിമിഷം വഹിക്കണ്ട, വെച്ചോളൂ, ധൈര്യമായിട്ട് വേണ്ടി വെച്ചോളൂ. ഞാൻ ഇന്ത്യക്ക് വേണ്ടി മരിക്കാൻ തയ്യാറാണ്. ആരാ നോക്കണു? ഇന്ത്യക്ക് പുറത്താ? വീടിന് പുറത്ത്. ആ, വീടിന് പുറത്ത്. ഓക്കെ ഓക്കെ ഓക്കെ. തൊപ്പി വെച്ചാളാ. ഇവിടുന്ന് എന്തായാലും നല്ല ടിപ്പ് കിട്ടും, അത് ഉറപ്പാ. ആരാ? ഡോർ തുറക്ക. അല്ല, തുറക്കുമ്പോ എന്തെങ്കിലും തുറക്കണോ? ഓ, ഗുഡ് മോർണിംഗ്. പിസക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായില്ലേ? എന്നാ. ആ, ഒക്കോ ഒക്കോ ഏ ഒക്കോ. അല്ല, എന്റെ കാശ്. ഇപ്പൊ പോയിക്കോ, ഇവിടെ ഭയങ്കര കുഴപ്പടാ. ചേട്ടാ, ഇതെന്ത് പരിപാടി ഇത്? കൊടുക്ക. 1200 രൂപയാ. യാ, ഇൻക്ലൂഡിംഗ് സർവീസ് ചാർജ്. നിന്നെ ഞാൻ പുറത്തേക്ക് പട്ടി. നിന്ന് താളം ചവിട്ടാതെ കാശ് കൊടുക്കൂ. എന്റെ കയ്യിലില്ല. ആര് പറഞ്ഞു? ദേ, ഈ തോക്കാണ് സത്യം. 1000 രൂപ പോയിട്ട് 50 രൂപ കണ്ട കാലം മറന്നു. നിങ്ങൾ ചുമ്മാ തർക്കിക്കാതെ കാശെടുക്കാൻ നോക്കുന്നു. കടയിൽ ഇപ്പൊ rush time ആ. ഇത് വലിയ പുറത്തേക്കിട. മര്യാദക്ക് അവനെ പറഞ്ഞു പറഞ്ഞു വിടൂ. കാശില്ലാതെ അവൻ പോവില്ലെന്ന്. ഇത് കാശ് തരാതെ എന്നെ പറ്റിക്കാനുള്ള പരിപാടിയാ. അങ്ങനെ എന്നെ പറ്റിക്കണ്ട. ഇയാളെന്ന് കളിക്കാതെ കാശ് 1000 പ്രാവശ്യം ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ കേറണ്ടെന്ന്. ഇപ്പൊ നിനക്ക് സമാധാനായില്ലേ? ഇനി ഈ ബില്ല് പ്രകാരമുള്ള കാശ് കിട്ടിയിട്ട് നീ പോയാ മതി. ഇപ്പൊ വെടിവെക്കണ്ട, കുറച്ചേരം ഇവിടെ കളിക്കട്ടെ, എന്നിട്ട് പിന്നെ വെടിവെക്കാം. ഇനി ഇപ്പൊ കരഞ്ഞിട്ട് ഒരു കാര്യമില്ല. നീ ആ പിസ എല്ലാവർക്കും കൊണ്ടുപോയി കൊടുക്ക്, എന്നിട്ട് പോയി കിടന്നോളൂ. മിണ്ടി പോരുത്, ചുട്ട് കരിച്ചു കളയും ഞാൻ. എന്താ ഇത് കൊച്ചുകുട്ടികളെ പോലെ? കാശില്ലെങ്കിൽ പറഞ്ഞാ പോരെ. ഇത് വാങ്ങ്. എന്തിനാ? വാങ്ങ്, ഏയ്, എന്നിട്ട് എനിക്ക് തിരിച്ചാ. അപ്പൊ ഞാൻ ബാക്കി തരാം. ഇനിയിപ്പോ ബാക്കി അന്നില്ലേലും കുഴപ്പമില്ല, എനിക്ക് ടിപ്പ് തന്നു വിചാരിച്ചാൽ മതി. എന്നാ പോട്ടെ, രക്ഷപ്പെട്ടു. അവിടെ നിക്കടാ. നീ എങ്ങോട്ടും പോകുന്നില്ല.